പിള്ളേര് പഠിക്കുന്ന സ്കൂളായിരുന്നെങ്കിൽ എന്റെ ടീച്ചറിനോടുള്ള ഇഷ്ടം എങ്ങനെയെങ്കിലും പറയായിരുന്നു. ഇതൊരു വയോജന വിദ്യാഭ്യാസം, എന്ത് കഷ്ടമാണെന്നോർത്ത്. ടീച്ചറിനെ എപ്പോ കണ്ടാലും എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പ ഏതെങ്കിലും കിളവൻ കയറി വരും. ഇന്ന് എന്തായാലും ഇന്നലെ കുത്തിയിരുന്ന് എഴുതിയതാ. ഈ ലെറ്റർ ടീച്ചർ വായിക്കണം. ടീച്ചർ വായിക്കും. എന്റെ പ്രേമം പൂവണിയണം. ടീച്ചറെ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഈ ആവശ്യമില്ലാത്തോടത്താണ് അങ്ങ് പോണത്. എന്റെ പുറകെ വന്ന് ചാടി കയറിട്ട് എന്നെ കള്ളി കന്ന് എന്നെ പോത്ത് മാത്രമേ എവിടെയുള്ളൂ പറഞ്ഞു കേട്ടോ. ഇങ്ങോട്ട് കൊടുത്താ പിടി. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, പറഞ്ഞോ. ടൗണില് ദേവമാതാ ഇറച്ചിക്കട എന്ന് പറഞ്ഞ് നല്ലൊരു സ്ഥാപനം നടത്തുന്ന ആളാ. എന്തിനാ ഈ വൈകുന്നേരം ഇങ്ങോട്ട് പഠിക്കാനായിട്ട് വരുന്നത്? അതെ, ഈ കണക്കുമായിട്ട് എനിക്ക് അങ്ങോട്ട് ചോദിച്ചു പോകാൻ പറ്റുന്നില്ല. കണക്കൂട്ട് മുഴുവൻ തെറ്റോ കണക്കൂട്ടില്ലേ. ഇറച്ചി മേടിച്ചോണ്ട് ഓരോരുത്തർ പോകുന്നു, പൈസ നോക്കിട്ട് പൈസ കാണുന്നില്ല. അപ്പൊ 1 കിലോ ഇറച്ചിക്ക് 1 കിലോ ഇറച്ചിക്ക് 350 രൂപ. അപ്പൊ 2 കിലോയ്ക്കോ? 2 കിലോയ്ക്ക് 700 വരും. അപ്പൊ കണക്കറിയാലോ. അവരാണെങ്കിൽ 3.5 കിലോ ഇറച്ചിക്ക് 3.5 കിലോ. ഇതാ തെറ്റുന്നത്. ഈ 3.5 കിലോ, ഈ അരയുടെ സംഭവം വരും. അര കാലൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ കൺട്രോൾ പോകും. പെട്ടെന്ന് കൂട്ടാൻ പറ്റും. ആൾക്കാർ നിൽക്കുമ്പോഴേ ചിലർ വന്നിട്ട് 2.25 കിലോ ശകലം ചവിട് ഇട്ടോളം പറയും. ചിലർ പറയും ഒരു 3 കിലോയോ ഒരു 150 കരളൂർ ഇട്ടോളം പറയും. ഓ, അപ്പൊ കണക്ക് തെറ്റിട്ട് എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുക. മുള്ളി പോകും. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവാ? നിങ്ങളുടെ ഡിഒ വരുന്ന ദിവസമാണ്. ഡിഒയോ? അതാരാന്നറിയാൻ പാടില്ല. ഒരാളിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. കള്ളും കുളമൊക്കെ ആയിട്ടാണോ ക്ലാസ്സിൽ വന്നേക്കണം? പിന്നെ ഇത് തന്നെ ഓൺലൈൻ സംഭവം അല്ലേ? എന്താ ഓൺലൈൻ? ഞാൻ എന്നും ചെത്തി ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ഫോൺ ചെയ്യും. ആ ഫോൺ അനുസരിച്ച് ഓരോ സ്ഥലത്ത് ഞാൻ കൊണ്ടു കൊടുക്കണം. ഇതെന്റെ ചോറ, ഇത് കളയാൻ പറ്റുമോ? എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഈ കള്ളു കുപ്പി ഇതൊക്കെ എടുത്ത് മാറ്റണം. പുള്ളി അന്യായ സ്ട്രിക്റ്റ് ആണ്, അറിയാവാ? പുള്ളിക്ക് മദ്യവും മയക്ക് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് അലർജിയാണ്. ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല, അറിയാവോ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ കള്ളു കുപ്പിയൊക്കെ എടുത്ത് മാറ്റി പുള്ളി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി കൂടി പോകും. അതുകൊണ്ടാ ഈ രണ്ടുപേരും എന്നോട് ചോദിച്ചോണ്ടോ ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്കത് കൊണ്ടു കൊടുക്കണ്ടേ? ഒരു ഐഡിയ ഉണ്ട്. അല്ല, ഇതിനകത്ത് ഒഴിച്ച് ചോദിച്ചേ. അതിനകത്ത് ഒഴിച്ച് ചോദിച്ചാൽ എങ്ങനെയാ? ആരും അറിയത്തില്ല. ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ ആരെടുത്ത് കുടിക്കാം. ചീത്ത വെള്ളം പറഞ്ഞാൽ ആരും കുടിക്കത്തില്ല. ഒഴിയാൻ കൊണ്ടു കഴിഞ്ഞിട്ട് വേണം എനിക്കിത് കൊണ്ടു കൊടുക്കാൻ. മതി 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 മതി. വണ്ടു ഈച്ചയൊക്കെ ചാടും. കൊടുക്കാൻ കയറിയോട്ടെ. ഇതാകുമ്പോ പിന്നെ ശല്യമില്ല, അവിടെ ഇരുന്നോളൂ. നീ ഒറ്റ ഒരുത്തിയാണ്. നീ എത്ര നേരം നീ ടീച്ചറെ വായിക്കണ മൊത്തം ഞാൻ കേൾക്കണം. കേൾക്കത്തൊന്നുമില്ല. ഭയങ്കര ക്ഷീണമല്ലേ? പ്രസാദമാ പ്രസാദം. ശരി, പെരലാണോ പ്രസാദം കൊണ്ട് നടക്കുന്നത്? ജന്മനാളാണ്. പ്രസാദം കഴിക്കും, പ്രസാദം കഴിക്കും. പ്രായം മാത്രം ചോദിക്കരുത്. ഞാനും ഐശ്വര്യായി പ്രായം മാത്രം പറയത്തില്ല. അല്ലേലും ചേച്ചിക്ക് 70 വയസ്സായിരുന്നു ഞാൻ ഒരാളോടും പറയത്തില്ല. ആര് പറഞ്ഞില്ല? വെള്ളം കുടിക്കാൻ കരിക്കുമ്പള്ള ഡിയോ വരും. ഡിയോക്ക് കുടിക്കാനായിട്ട് എടുത്ത് വെച്ചാണല്ലോ. ഞാൻ കൃഷ്ണൻകുട്ടി എടുത്തൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ എന്ന് ക്ലാസ്സിൽ പഠിക്കാൻ വന്ന അന്ന് തൊട്ട് കൃഷ്ണൻകുട്ടിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇളക്കം ദേഷ്യം. അത് കുടിക്കല്ലെന്നു പറഞ്ഞു മനസ്സിലാക്കുന്നു. അത് കരിക്കുന്ന വെള്ളം, അത് കുടിക്കൽ. അതിനെ കരിക്കുമ്പോഴും ഞങ്ങളെ കുടിച്ചാൽ പറ്റത്തില്ല. ടീച്ചർ എനിക്ക് കൂടെ തന്നേടി. നാക്കിലോട്ട് മാത്രമേ കരിക്കും വെള്ളം പോവോളാം. ആണ്ട് ഇത് പ്രശ്നമാവോ കേട്ടോ? കരിക്കുമ്പോഴത്തെ മധുരം ഉണ്ടോ? ഇച്ചിരി എനിക്ക് കൂടെ തന്നേ. കുടിക്കണോ? ഉപ്പ് കൂടുതലാണ്. ഉപ്പോ? കരിക്കുമ്പോഴത്തിന് ഉപ്പോ? ശിവരനെ തള്ളയാ അവര്. നല്ല കുടി നല്ല മിക്കവാറും തീർക്കും. ടീച്ചർ വന്നിട്ട് പിന്നെ ഒരു കാര്യം, ഇന്ന് ഡിഒ വരുന്ന ദിവസമാണ്. ഗുഡ് മോർണിംഗ് പറയാൻ. ഡിഒ സാറാ ഇത്. ആണോ ഡിയോ? വെള്ളം കൊടുക്കും. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നേ ഇത്. അല്ല, ഇച്ചിരി വെള്ളം കുടിക്കണം. എനിക്ക് തൊണ്ട പറഞ്ഞിട്ടേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പേര്? എന്റെ പേര് ലക്ഷ്മിക്കുട്ടിയമ്മ. കുഴപ്പമില്ല കുഴപ്പമില്ല, അവിടെ ഇരിക്കും. അല്ല, നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ എന്തെങ്കിലും ഉത്തി കുടിക്കാൻ കിടക്കാം. അത് വീട്ടിൽ വരുമ്പോ കൊടുക്കരുത്. ഇത് ഇവിടെ ആണോ? വീടല്ലേ ഇത്? അവിടെ ഇരുന്ന് ഈ കരിക്കുമ്പോൾ ഇച്ചിരി മൂത്താന്ന് തോന്നുന്നല്ലോ. സാർ വന്നതോടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഓക്കെ, അപ്പം ടീച്ചർ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ സാർ. അപ്പം ഈ കോഴ്സിന് ഒരു പ്രത്യേക പേരുണ്ട് കേട്ടോ. SSCRTC. ഹലോ ഹലോ ഹലോ, നിങ്ങൾ പറയൂ. KSRTC KSRTC അല്ല, KSFB. ഞാൻ പറയാം.
കേസ് കെട്ട്. അമ്മച്ചി എവിടെ ഇരുന്ന്, അമ്മച്ചി എവിടെ ഇരുന്ന്? അതായത് SCRTC എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കൗൺസിൽ റിസർച്ച് റിസർച്ച് ട്രെയിനിങ് ട്രെയിനിങ് കോഴ്സ്. അങ്ങനെയാണ് എന്റെ അർത്ഥം കേട്ടോ. വേറെ അറിയത്തില്ലല്ലേ എനിക്ക് തലക്കൊരു മന്ദത പോലെ. വെള്ളം കുടിക്കാത്തോണ്ടാണ് വെള്ളം കുടിക്കാത്തോണ്ടാണ് ഏതാണ്ട് പോലെ കേട്ടോ. ഇത്തിരി വെള്ളം വീട്ടിലാരെങ്കിലും വരുമ്പോ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തിനാ തള്ള ഇത് വീടല്ലേ, ഇത് പഠിപ്പിക്കുന്ന സ്ഥലമാ. നിങ്ങൾ കോരിക്കോരി കൊടുക്കുന്നത് അപ്പൊ ഞാൻ ചെറിയ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അമേരിക്ക കണ്ടുപിടിച്ച ആരാണ്? അത് പോയോ? എന്ന് പോയി? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്റെ വീട്ടിൽ ഇത്രയും പറയില്ലേ, അത് ആരാണ്ട് എടുത്തോണ്ട് പോയതാ. സംഭവം അതല്ല, ടീച്ചർ ഏതോ റൂമിനകത്ത് വെച്ച് കളഞ്ഞു, അതാണ് സംഭവം. ആണോ? അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ്. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് അല്ല, പിന്നെ എന്റെ പോത്തുകൾ. അതെ, എന്റെ പോത്തിന്റെ കാല ഈ പറഞ്ഞ സാധനം, ഈ കൊളംബസ് ഉള്ളത്. അയ്യോ, കൊളംബ് രോഗം. അത് കൊളംബ് രോഗം, ഇത് കൊളംബസ്. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ്. മനസ്സിലായില്ല? അപ്പൊ അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കുക. അതല്ലെന്ന് ഞാനൊരു വാക്ക് പറയും, അത് വാക്യത്തിൽ പ്രയോഗിക്കണം കേട്ടോ. കിംബദന്തി. പുള്ളി പറയൂ. ഗമ്മതന്തി. വായി കൊള്ളുന്നില്ല ആ വാക്ക്. ഞാന് ഇന്നലെ ചെത്താൻ ചെന്നപ്പോ തെങ്ങിന്റെ മുകളിൽ നിന്നും ഞാൻ കണ്ടു ഒരു കിംവദന്തി തോട്ടിൽ നിന്ന് കുളിക്കുന്നത്. ടീച്ചർ ഇതെന്തോ പഠിപ്പിച്ചു വെച്ചാൽ ഞാനിത് മേലോട്ട് റിപ്പോർട്ട് ചെയ്യും കേട്ടോ. സാർ അവര് ടെൻഷൻ കൊണ്ടാ സാർ. ഇതൊക്കെ കിംബദന്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് മനസ്സിലായി? അറിയത്തില്ല. കിംബദന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാതാണ് കിംബദന്തി. അത് തന്നെയാ പറഞ്ഞ, ഇല്ലാത്ത സാധനമാണ് കിംവദന്തി. ഞാൻ ഉണ്ടാക്കിയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അത് ഉണ്ടാക്കി പറയാം. എനിക്ക് ദാഹിക്കുന്നു കേട്ടോ. വെള്ളം എടുത്തു കൊടുക്കണം. ഒരു മിനിറ്റ്. നല്ല ദാഹമുണ്ട്, അത് കുടിക്കും തോറും അടുത്ത ചോദ്യം. ആളൊരു അട്ടുകൂടി പുള്ളി ഇതാണ്ട്. ഹലോ. അയ്യോ, ഇതെന്നെ കാണിക്കണേ. എന്തരാ എന്തോ. അടുത്തത് എന്തോ പേരെന്തോ? ലക്ഷ്മിക്കുട്ടിയമ്മ. എന്റെ സാർ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടം പറയുക. അക്ബർ ചക്രവർത്തിയുടെ കാലി കട്ടവണിന് ഞാൻ തിരിയണം. ഇതാരാണ് കാലി കട്ടവെന്ന് പറയുന്നത്? ലക്ഷ്മിക്കുട്ടി അമ്മ നമ്മുടെ സ്റ്റുഡന്റ്. അക്ബർ ചക്രവർത്തി എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കാലഘട്ടം, ജീവിച്ചിരുന്ന കാലഘട്ടം എന്തെന്നാണെന്ന് പറയൂ. പഠിപ്പിച്ചപ്പോ എന്റെ മണ്ടയിലേക്ക് അറിയില്ല. ഇതെന്തീ ഷർട്ടൊക്കെ ഊരി കളഞ്ഞ ചൂടെടുക്കുന്നു. അല്ല ആടെ പൈസ ഒക്കെ തിരക്കിന്നാണ്ട്. അയ്യോ, പൈസ പറ. എനിക്കറിയത്തില്ലെന്ന്. ആ പുസ്തകം എടുക്ക്. പുസ്തകം അതിനകത്ത് അക്ബർ ചക്രവർത്തിയുടെ ഫോട്ടോ ഉണ്ടോ? അതിന്റെ അടിയിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഇത് കാലഘട്ടം. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരന്റെ ഫോൺ നമ്പർ ആയിരിക്കും. ടീച്ചർ ഇത് എന്തൊക്കെയാണ് ടീച്ചർ? എനിക്ക് ഒരെണ്ണം കൂടെ കാണണം. സാർ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് ഇവിടെ. നമ്മുടെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട്, സാറും കൂടെ അത് ചേർന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ മുറിക്ക്. നമ്മൾ 6 പേരുണ്ട്, 6 പീസായിട്ട് മുറിക്കണം കേട്ടോ. അത് 7 പീസായിട്ട് വേണം. എനിക്ക് ഒരെണ്ണം വേണം. എനിക്ക് പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. 7 പീസ്. കരളോ? കേക്കിനകത്ത് എവിടുന്ന കരള്? ലക്ഷ്മിക്കുട്ടിയമ്മ. ടീച്ചറിന് വേണ്ടേ? എന്റെ ഒരു സന്തോഷം. എല്ലാവരും നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇനിയും ചെയ്യണം, പഠിക്കണം നന്നായിട്ട്. ശരി. അയ്യോ, അമ്മച്ചിന്റെ മാനം വീണ്ടും കപ്പലിൽ കയറിപ്പോയി. ഈ തള്ളവിടെ തോട്ടല്ലേ അമ്മച്ചിന്റെ ബുക്കിൽ ആരോ പ്രേമലേഖനം എഴുതി വെച്ചേക്കുന്ന പ്രേമലേഖനോ? പ്രേമലേഖനം നടന്നു നോക്കിയത്. അമ്മച്ചിക്ക് ഇതെങ്ങനെ മനസ്സിലായി പ്രേമലേഖനമാണെന്ന്? ആപ്പിളിനകത്ത് അമ്പുമില്ലും കയറ്റി വെക്കുന്ന പഴം കാണുമ്പോ ആർക്കും അറിയാതെ പ്രേമലേഖനം. ഇതാരാ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ബുക്കിൽ വെച്ചത്? ഇതിന് പുറത്തൊന്നുമില്ല, എനിക്കൊണ്ട് വന്നായിരിക്കും വരും. ഇവിടെ എനിക്ക് പ്രേമലേഖനം എഴുതി വെക്കുന്ന ഗെയിം മാത്രമേ എഴുതി വെക്കുള്ളൂ. കൂടുതൽ സംസാരിക്കുന്ന ഞാനിവിടെ എന്ന് പഠിക്കാൻ വന്നോ അന്ന് തൊട്ട് നിനക്ക് എന്റെ അടുത്തൊരു പ്രണയം ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇതിനെ പ്രേമിക്കാനോ? നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഒറ്റ വീക്കാൻ പറ്റുള്ളൂ. ഡിയോ ഗിയോ എന്ന് നോക്കി എഴുതിയില്ലേടാ? ഞാൻ എഴുതിയിട്ടില്ല. എന്റെ അർത്ഥം നീ എനിക്ക് പ്രേമലേഖനം എഴുതി. ഇങ്ങോട്ട് വന്നേ. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇതിന്ന് കൊളവാ. കപ്പൽ കയറിപ്പോയി. അമ്മേ, രണ്ടുപേര് പുറത്തിറങ്ങ്. വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് മതി.
ഇനി എന്താണെന്ന് തീരുമാനിക്കാം. ഇറങ്ങ്, പുറത്തിറങ്ങ്. ഓടി പുറത്തേക്ക് പോരെ. എന്റെ മോള് പഞ്ചായത്ത് പ്രസിഡന്റ് സ്നേഹ വരുമ്പോ അവളെ നീ സമാധാനം പറയണം. പുറത്തേക്കോ പറയണം. നിനക്ക് ചോദിക്കാനും പറയാൻ അറിയണ്ട. എനിക്ക് ചോദിക്കാൻ പറയാനുണ്ട്. എന്റെ അനിയ പ്രതിപക്ഷ നേതാവുണ്ട് പഞ്ചായത്തില്. അവൻ വരും. ഞാനിപ്പോ വരും. നിങ്ങളോട് ഫയലൊക്കെ എടുത്തു വെച്ചോളൂ. ഞാൻ നമ്മുടെ കപ്പലിൽ കയറി പോയി മോളെ. എന്തു അമ്മച്ചി? അമ്മച്ചിക്ക് പ്രേമലേഖന ഈ പ്രായത്തിലോ? ആര്? നീ കൃഷ്ണൻകുട്ടിയല്ലേ? അമ്മച്ചി ഇവനോ? ഇവൻ നമ്മുടെ ശത്രുവാ. നീ എന്തിനാ എന്റെ അമ്മച്ചിക്ക് പ്രേമലേഖനം കൊടുത്തേ? വേറെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ടീച്ചറെ, ഓ ടീച്ചർ വെള്ളം കുടിച്ചോണ്ട് നിൽക്കും. ഇങ്ങോട്ട് വന്നേ ടീച്ചറെ. എന്റെ അമ്മച്ചിയെ ഞാൻ പഠിക്കാൻ വിട്ടതാണോ ഇങ്ങോട്ട്? എന്റെ പൊന്നെ, നിങ്ങളൊന്ന് ബഹളം വെക്കാതെ നമുക്ക് എന്താണെന്ന് സംസാരിച്ച് തീർക്കാം. ടീച്ചറിന് ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തോണ്ട് ഈ കൃഷ്ണൻകുട്ടി അയാളുടെ അനിയനും കൂടി ഞങ്ങളുടെ കുടുംബത്തെ നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുവാ. ടീച്ചറെ, ഇപ്പൊ ഞാൻ ആരാ ഇവിടുത്തെ? ആരാ? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആരാ? അതാ ഈ നിൽക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ അനിയൻ. അപ്പൊ എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഇയാള് പ്രേമലേഖനം എഴുതിയത്. എനിക്ക് ഇത് കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിക്കാതെ ഇവിടുത്തെ പോകത്തില്ല. ഇതിന് പരിഹാരം ഞാൻ കണ്ടുപിടിക്കാം. എന്റെ അനിയൻ വന്ന്. ഇത് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഈ പ്രേമലേഖനം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ എഴുതിച്ചാലോ? ഇതാ കയ്യെ ശ്രമിച്ച് കണ്ടുപിടിച്ചൂടെ? എല്ലാവരും ബുക്ക് എടുക്ക്. ബുക്ക് എടുക്ക്. കണ്ടുപിടിക്കും. എന്റെ ബുക്ക് നോക്കിക്കോ. നമ്മുടെ ക്ലാസ്സിൽ സാറേ ഇത് ബുക്ക് എടുക്ക്. എന്റെ ബുക്ക് ഞാൻ എഴുതിയാണോ? സാറേ, ഇവിടുത്തെ കുട്ടികളുടെ കൈയക്ഷരം അല്ല ഇത്. ഇവിടുത്തെ പിള്ളേരല്ലേ? അല്ലെന്ന്. അല്ലേ എന്ന് ഞാനിപ്പൊ കണ്ടുപിടിച്ചു തരാം. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. പോലീസ് വന്നു കഴിഞ്ഞാ പോലീസിന്റെ കയ്യിൽ നല്ല ഗുമ്മൻ ഇടികിട്ട് കഴിഞ്ഞാൽ തത്ത പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞോളൂ. പിന്നെ നേതാവേ, എന്തിനാ ഈ നിസാര കാര്യത്തിനൊക്കെ പോലീസിനെ വിളിക്കുന്നത്? നിസ്സാര കാര്യോ? പിന്നെ സ്കൂളാകുമ്പോ പിള്ളേര് തമ്മിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. ഇങ്ങനെ പോലീസിനെ വിളിക്കണ്ട. നേതാവ് ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. അടുത്ത ഇലക്ഷന് പോസ്റ്റർ ഒട്ടിക്കാൻ ഞാൻ കൂടെ വരാം. അത് തന്നെ. ദൈവത്തെ ഓർത്ത് ആരോടും പറയരുത്. സത്യത ആ ലെറ്റർ എഴുതിയത് ഞാനാ. ആളെ കണ്ടുപിടിച്ചു. ഈ വേട്ടാവളിയനാ. എടാ വൃത്തിയായിട്ട് നീ എന്റെ അമ്മയ്ക്ക് കത്ത് കൊടുക്കും അല്ലേടാ നിന്നെ ഞാൻ. കത്ത് എഴുതിയത് നിങ്ങളുടെ അമ്മയ്ക്കല്ല, പിന്നെ ആ ടീച്ചർക്കാ. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കോ? ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ആ കത്തൊന്ന് വായിച്ചേ. അവൻ എഴുതിയ കത്തൊന്ന് വായിക്കണം. പരസ്യമായിട്ട് വായിക്കണം. മിണ്ടാതിരിക്കും. വായിരം എന്റെ പ്രായപ്പെട്ട സുന്ദരി കട്ടയ്ക്ക് കട്ടപ്പണിക്ക് പോകണ്ടോ? അല്ല, എന്റെ പ്രിയപ്പെട്ട സുന്ദരി കുട്ടിക്ക് അങ്ങനെ ടീച്ചർ ഞാൻ ഉദ്ദേശിച്ചത്. ആ തള്ളയാണ് സുന്ദരിക്കുട്ടി. ആ വായിരം. എന്റെ ഒരു പാട്ട് നാളത്തെ ആഗ്രഹമായിരുന്നു. അതല്ലെന്ന്, എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇതൊന്ന് തുറന്നു പറയാൻ ഞാൻ കൊതുമ്പി ഇറക്കുകയായിരുന്നു. അയ്യോടെ കൊതുമ്പറക്കാൻ ഞാനുണ്ട്. നീ ഉണ്ടാ കൊതുമ്പറക്കാൻ ഇരിക്കുവായിരുന്നു. അതാ കറക്റ്റ്. ജപിച്ചാലും ഒരു മിച്ച, മരിച്ചിനെയായാലും ഒരു മിച്ച. ടീച്ചർ അങ്ങനെയല്ല, ജനിച്ചാലും ഒരുമിച്ച് മരിച്ചാലും ഒരുമിച്ച്. എന്ന് സന്ത അപ്പണക്കുട്ടൻ. എന്താ പേര്? അപ്പുകുട്ടൻ. ഈ പുള്ളിയാണ് ഇവിടുത്തെ ശ്രീയോടല്ലേ? എന്നാ പറയുന്നത് എപ്പോഴും കൂട്ടാ. അമ്മച്ചിക്ക് പ്രേമലേഖനം എഴുതിയ മോൻ കിട്ടുന്നു. എന്താ അമ്മച്ചി? എടാ, ഒരു പ്രേമലേഖനം എഴുതാനെങ്കിൽ സാമാന്യ ഒരു മനുഷ്യൻ പഠിച്ചിരിക്കണം കേട്ടാ. ചുമ്മാ അതല്ല പണ്ടുള്ളവർ പറയുന്നത്. വിദ്യാധരൻ സർവകല്ലിൽ പ്രാധാന്യം. അത് കറക്റ്റ്. അപ്പൊ എല്ലാരും അവിടെ പോയിരുന്ന ടീച്ചർ എനിക്ക് പോണം, ഞാൻ പോവാണ്. അപ്പൊ എല്ലാവരോടും യാത്ര പറയുന്നു. എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പോകാൻ പറ്റേ. ഒരു 350 രൂപ എന്നിട്ട് അങ്ങ് പോയാ മതി. 350 രൂപ? ആ, ഞാനെന്തിനാ 350 രൂപ വരുന്നത്? ഇതിനകത്തിരുന്ന സാധനം എന്താന്ന് ഓർത്തിരുന്നേ? എന്തോ കള്ള ഒന്നാം തരം തെങ്ങുകളല്ല, മൂത്ത എന്റെ അപ്പൂപ്പന്റെ പ്രായമുള്ള കള്ള. കള്ളാണ് ഇത്രയും നേരം കുടിച്ചേ. അത്ര നേരം നിങ്ങൾ കുടിച്ച എന്താ കള്ളാന്ന് പൈസ അങ്ങ് പോയാ മതി. ടീച്ചർ കൃഷ്ണൻകുട്ടി, കള്ളാണോ സ്കൂളിൽ കൊണ്ടുവരേണ്ടത്? പിന്നെ അല്ലാതെ ഞാൻ പിന്നെ എന്നെ ജോലിക്കുള്ള സാധനമല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പൈസ എന്നിട്ട് പോയ ഒറ്റ അണത്തിന് പൈസ തരാൻ ഞാൻ ഇവിടെ വിടത്തില്ല. സൈലൻസ്. 500 ഉണ്ട്. എന്തിന്? ഒരു കുപ്പി കൂടെ തന്നിവിടാവോ? എന്തിന്? വേറൊരു സ്കൂളിൽ കൂടെ പോകാനുണ്ട്.